ഹലോ. അപ്പോൾ OTT-ൽ ഞാൻ 2 ഫിലിം കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. തിയേറ്ററിൽ പോയി കാണാനുള്ള സമയം കിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് OTT-ൽ കണ്ടത്. പക്ഷേ OTT-ൽ കണ്ടപ്പോൾ തോന്നി അത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഫിലിംസ് ആയിരുന്നു. ഐ മിസ്ഡ് ഇറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കണ്ട ഫിലിമായിരുന്നു രേഖാചിത്രം. രേഖാചിത്രം ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. ഇപ്പോഴും തിയേറ്ററിൽ ഓടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും OTT-ൽ സാധനം റിലീസായിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഫിലിമാണ്. ഭയങ്കര രസമുള്ള ഫിലിമായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സംടൈംസ് നമ്മളെ ഒരു ഒരു മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ സംടൈംസ് നമുക്ക് തോന്നിപ്പോവും ഇതൊരു റിയൽ സംഭവമാണോ, ഇങ്ങനൊരു സംഭവം നടന്നോ, നടന്നിട്ടുള്ള സംഭവത്തെ ആസ്പദമാക്കിയാണോ ചെയ്യുന്നത്. ചില സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. അതിനകത്ത് ഇടയ്ക്ക് മമ്മൂക്കയുടെ യങ് കാണിക്കുന്ന ഒരു സീനുണ്ട്. ഞാൻ ആക്ച്വലി ആദ്യത്തെ 2-3 സീൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കയ്യോ കോളറോ കാലോ ഒക്കെ കാണിക്കത്തുള്ളൂ, ഡൂപ്പിനെ വെച്ച് അങ്ങനെ കാണിക്കത്തുള്ളതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരു സീനിൽ മമ്മൂക്ക കാറിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സംഭവം കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ രോമാഞ്ചം വന്നു. ശരിക്കും അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സീൻ തന്നെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ കൽക്കി ഫിലിമിൽ ഫസ്റ്റ് അമിതാഭ് ബച്ചൻ്റെ യങ് ആയിട്ടുള്ള ഇത് കാണിക്കുന്നുണ്ട്. ഫേസ് CG ഒക്കെ ചെയ്തിട്ട് ഫേസിൽ അത് കാണിക്കുമ്പോൾ അത് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാലും എന്താ പോലും അതൊരു ഒരു വലിയ എക്സ്പ്രഷൻ ഒന്നും അതിനകത്ത് വരുന്നില്ല. അത്ര ഒരു ഇതില്ല. ഒരു കറക്റ്റായിട്ട് അത് കാണുമ്പോൾ ആ ഫേസ് കാണുമ്പോൾ കുറച്ചൊരു ആനിമാറ്റിക് ഫീൽ തന്നെ വരും. പക്ഷേ ഇതിൽ ഭയങ്കര റിയലായിട്ട് ഒരു ഡ്യൂപ്പിനെ വെച്ച് ചെയ്താൽ അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമുണ്ട്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല. പിന്നെ ഇടയ്ക്കൊരു സീനിൽ ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് മമ്മൂക്ക ദേശിച്ച് എണീറ്റ് പോകുന്നൊരു സീനുണ്ട്. ആ സീനൊക്കെ ആ വാക്കിംഗ് സ്റ്റൈല് പോലും ആ ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പുള്ളി ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ആളാണ് ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കൊടുത്തിരിക്കുന്നതെന്ന് ഞാനിപ്പോൾ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നു ആ സീനൊക്കെ. ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോൾ ആ ദേവദൂതർ പാടി ആ പാട്ടിൻ്റെ സീനൊക്കെ റീക്രിയേറ്റ് ചെയ്തതും അതിൻ്റെ പിന്നിൽ നടന്ന ആ ഒരു പാട്ടിനെ എടുത്തു വെച്ചിട്ട് അതിൻ്റെ പിന്നിൽ നടന്നതാണ് എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുകയാണ് സ്റ്റോറി. ആ ഒരു ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. നമ്മൾ തോന്നിപ്പോയി ഇനി ഇങ്ങനെ നടന്നിട്ടുണ്ടോ ഇത്, അതേപോലെ തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു സ്റ്റോറി ലൈൻ പോകുന്നത്. ശരിക്കും മെയിനായിട്ട് എടുത്തു പറയാനുള്ളത് അനശ്വര രാജിൻ്റെ പെർഫോമൻസ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. വെൽ കൺട്രോൾഡ് ആയിട്ടുള്ള, ഒട്ടും ഓവറാക്കാതെ ഒട്ടും താന്നു പോകാതെ നല്ല പെർഫോമൻസ്. എന്ന് വെച്ചാൽ പുള്ളിക്കാരി നല്ലൊരു ആക്ട്രസ്സാണ്. എനിക്ക് പേഴ്സണലി അനശ്വര രാജനെ ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ആദ്യമൊന്നും എനിക്ക് അത്ര ഒരു ഇതില്ലായിരുന്നു. പക്ഷേ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ശരി, പുള്ളിക്കാരി ഇൻ്റർവ്യൂവിന് എടുക്കുമ്പോഴായാലും ശരി, എല്ലാവരും ഭയങ്കര ഹമ്പിളാണ്. ഭയങ്കര ഒരു ഹെഡ് വെയ്റ്റും ഇല്ലാത്തൊരു നല്ലൊരു ഭാവിയുള്ളൊരു കുട്ടിയാണ്. ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് അതിന് കിട്ടട്ടെ. ഇതിനകത്തും ആയാലും നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അനശ്വര രാജിൻ്റെ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി ഫിലിം. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്. ഒരു സെക്കൻഡ് പോലും നമ്മളെ ബോറടിപ്പിക്കുകയോ ഒന്നുമില്ല. പടത്തിൻ്റെ അകത്ത് നമ്മളങ്ങ് കയറുകയാണ്. നല്ല ഫിലിമാണ്. എന്തായാലും ഒരുപാട് ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഫിലിമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സ്വന്തം അഭിപ്രായങ്ങൾക്ക് പറയാൻ വേണ്ടിയും ഫിലിം കണ്ടതിൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയും പിന്നെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ വേണ്ടിയും. സെക്കൻഡ് ഫിലിം എന്ന് പറയുന്നത് ഡാക്കു മഹാരാജ്. എന്താ പറയണ്ടേ, ഒരു കംപ്ലീറ്റ് മാസ് എൻ്റർടൈനർ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞാൻ കണ്ടത് എനിക്കൊന്ന് ജയിലറാണെന്ന് തോന്നുന്നു. ഞാൻ കണ്ടതിൽ അത്യാവശ്യം KGF ഒക്കെ വേറെ ലെവല്. ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഒരു മിഡ് ലെവലിൽ നിന്നുകൊണ്ട് മാസ് കാണിച്ച് അടിച്ച് താളിച്ചിട്ട് പോകുന്ന ഒരു ഫിലിം. അപ്പം ഈ പറയുന്ന പോലെ നമ്മുടെ ജയിലറാണെങ്കിൽ ഇപ്പോൾ ജയിലറിനകത്തുള്ള സ്റ്റൺ കൊറിയോഗ്രാഫി എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. മറ്റുള്ളവരാണ് ഫൈറ്റ് ചെയ്യുന്നതും പുള്ളി ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ അത് വിശ്വസനീയമാണ്, അങ്ങനെ നടക്കാം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള. പക്ഷെ ബാലയ്യയുടെ പല പഴയ ഫിലിമുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ട്രെയിൻ ചവിട്ടി മറിച്ചിടുന്നതും കാറ് ചുമന്നുകൊണ്ട് പോകുന്നതും വണ്ടിയിൽ നിന്ന് പറന്നിറങ്ങുന്നതൊക്കെയാണ്. പക്ഷെ ഇതിനകത്ത് അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത്ര ഓവറാക്കിയിട്ടില്ല. വളരെ ഒരു കൺട്രോൾഡായിട്ട് ആണ് പോകുന്നത്. അങ്ങനെ എടുത്തു പറയത്തക്ക വണ്ണം വലിയ ട്രോളിനുള്ള സാധനങ്ങളുണ്ട്. എന്നാൽ തന്നെയും അതിനെ ഒരു വൾഗറായിട്ട് ചിത്രീകരിച്ചിട്ടില്ല. വളരെ രസമായിട്ടാണ് ഓരോ ഫ്രെയിംസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. അത്ര നല്ല ഫ്രെയിമുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് നമുക്ക് ഒരു സെക്കൻഡ് പോലും നമുക്ക് ബോറടിപ്പിക്കും. BGM എന്നൊക്കെ പറഞ്ഞാൽ
ആ ഇതുണ്ടല്ലോ ടാ ടാ ട ട ട ടാ, അത് വിറ്റാകുമ്പോൾ അതൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നതുണ്ടല്ലോ, അത് ചുമ്മാ ചവറ് വാരി ഇട്ടിട്ടൊന്നുമില്ല, ആവശ്യമുള്ളിടത്ത് മാത്രമേ ഉള്ളൂ. ചില ഒരു സീനിലുണ്ട് ഈ പെൺകുട്ടി ഇങ്ങനെ ഓടിപ്പോയിട്ട് ഒരു കൊച്ചിന് ഇതായിട്ടുള്ള കഥയാണ്. നമ്മുടെ ബാലയ്യയുടെ സിനിമകളിൽ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ശ്രീലീലയായിട്ടുള്ളൊരു സിനിമയാണ്, അതും ഇതേപോലെ പെൺകുട്ടിയെ സ്വതന്ത്രരാക്കുക അങ്ങനത്തെ ഉള്ളൊരു സ്റ്റോറിയാണ്. ഇതും അതേപോലെ ഒരു സ്റ്റോറിയാണ്, ഒരു പെൺകുട്ടിയെ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ ഈ കൊച്ചിനെ ഇങ്ങനെ കൊച്ചു ഓടിപ്പോയിട്ട് തിരിച്ച് നമുക്ക് മനസ്സിലാവും, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം അവിടുന്ന് ബാലയ്യ വരുന്നുണ്ട് എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ വരവ് ഒരു വരവാണ്. പുള്ളി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ പുള്ളിയുടെ ഷൂ കാണിക്കുന്നു, കാറ്റടിക്കുന്നു, ആ ഒരു ട്യൂണ്, ബീജിയം, ബാക്ക് സ്കോറൊക്കെ രസമായിട്ടാണ് പ്ലേസ്. ഒരു സ്കോർ ക്രിയേറ്റ് ചെയ്യുന്നതിലും ആ സ്കോറിനെ പ്ലേസ് ചെയ്യുന്ന ആണ് ഓരോ സീൻ ആൻഡ് സീൻ ബൈ സീൻ ആ സ്കോറിനെ പ്ലേസ് ചെയ്യുന്നിടത്താണ് ശരിക്കും അത് വർക്കാവുക എന്ന് പറയുന്നത്. അതിനകത്തൊരു റൊമാൻറ്റിഫിക്കേഷൻ വരിക. ചുമ്മാ ഒരു സീനിൽ ഒരു ബീജം എടുത്തിട്ടെന്നും പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് അതിനകത്തൊരു ഇമ്പാക്റ്റ് ഒന്നും ക്രിയേറ്റ് ആയി വരത്തില്ല. പക്ഷേ ചില സീനുകളുണ്ടേ അതിനകത്ത് കാണേണ്ട സാധനങ്ങളാണ്. എനിവേ കാണാത്തവരുണ്ടെങ്കിൽ ഈ 2 ഫിലിം പോയി കാണുക. സൂപ്പറാണ്, അടിപൊളിയാണ്. രണ്ട് സിനിമകളും നമുക്ക് രണ്ട് ജോണറാണ്, കണ്ടിരിക്കാം. വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കാണാൻ പറ്റിയ സിനിമയാണ്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത ഒരു ഫിലിം കാണാൻ പോകാം OTT. എന്തുവായിരുന്നാലേ ആ സിനിമയുടെ പേര് കുടുംബസ്ഥൻ. നമ്മുടെ മണികണ്ഠൻ അഭിനയിച്ച, മണികണ്ഠൻ അറിയുമോ, നമ്മളെ ഗുഡ് നൈറ്റ് ഫിലിമിലൊക്കെ അഭിനയിച്ച, നമ്മുടെ തലക്കോതോ എലങ്കാത്ത സൂര്യയുടെ ഫിലിമുണ്ടല്ലോ, ആ ഫിലിമിലെ മെയിൻ ക്യാരക്ടറായിട്ട് വന്ന പുള്ളി. അവനൊരു ഫിലിം ഇപ്പം OTT റിലീസായിട്ടുണ്ട്. അത് ഞാൻ പോയി കാണാൻ പോവാണ്. നല്ല സിനിമയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ ട്രെയിലർ റിവ്യൂ ഒന്നും കണ്ടിട്ടില്ല. ഡയറക്റ്റ് ഫിലിം കാണാൻ പോവാണ്. കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ സീ യു സൂൺ.